നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറെ ദുരൂഹമായ ഒരു കാണാതാകൽ, ആ വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. മലയാളി സൈനികനെ കാണാതായി. മലയാളി സൈനികൻ വിഷ്ണുവിനെയാണ് കാണാതായിരിക്കുന്നത്. കോഴിക്കോട് എരഞ്ഞിക്കൽ കണ്ടംകുളങ്ങര ചെറിയങ്കാരംവള്ളി സുരേഷിന്റെ മകനായ വിഷ്ണുവിനെ കഴിഞ്ഞ ബുധനാഴ്ച മുതൽ കാണാനില്ല. ബന്ധുക്കൾ പോലീസിൽ ഈ പരാതി നൽകുകയും ചെയ്തു. എന്തായാലും അന്വേഷണ സംഘം, അതായത് കേരള പോലീസ് സംഘം പൂനെയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അവസാന ഫോൺ ലൊക്കേഷൻ പൂനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള പോലീസ് അന്വേഷണ സംഘം അങ്ങോട്ടേക്ക് പോകുകയാണ്. അവധിയായതിനാൽ നാട്ടിലേക്ക് വരികയാണെന്ന് തിങ്കളാഴ്ച വിഷ്ണു അമ്മയെ അറിയിച്ചു. ബന്ധുക്കൾ പറയുന്നത് പ്രകാരം ചൊവ്വാഴ്ച പകൽ 2:15 വിഷ്ണു അവസാനമായി വീട്ടിലേക്ക് വിളിച്ചു. അമ്മയെ വിളിച്ചപ്പോൾ പറഞ്ഞത് കണ്ണൂരിലെത്തി എന്നാണ്. എന്നാൽ രാത്രി വൈകിയും മകൻ വീട്ടിലെത്തിയില്ല. ഇതിനെ തുടർന്ന് ഫോണിൽ ബന്ധപ്പെടാൻ വീട്ടുകാർ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ഫോണിൽ ബന്ധപ്പെടാനുള്ള ആ ശ്രമം പരാജയപ്പെട്ടു. കാരണം ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. നേരം വൈകുന്തോറും മകനെ കാണാതായതിനെ തുടർന്ന് ഇവർ എലത്തൂർ പോലീസിൽ പരാതി നൽകി. ATM കാർഡിൽ നിന്ന് 15,000 രൂപ പിൻവലിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സൈനികരുടെ നേതൃത്വത്തിൽ പൂനെയിലും അന്വേഷണം നടക്കുന്നുണ്ട്. പൂനെയിൽ ജോലി ചെയ്തു വരികയായിരുന്ന വിഷ്ണുവിനെ അന്വേഷിച്ച് സൈബർ വിദഗ്ധൻ ഉൾപ്പെടെയുള്ള സംഘം പൂനെയിലേക്ക് പോകുന്നുണ്ട്. എലത്തൂർ SIക്കാണ് 4-അംഗ ടീമിന്റെ ചുമതല. മഹാരാഷ്ട്ര പോലീസുമായി ഇവർ ബന്ധപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം അമ്മയെ വിളിച്ച് കണ്ണൂരെത്തിയെന്ന് പറഞ്ഞ വിഷ്ണുവിന്റെ മൊബൈൽ ഫോൺ വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ അവസാന ടവർ ലൊക്കേഷൻ കണ്ണൂരല്ല എന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. വിഷ്ണുവിന്റെ അവസാന ടവർ ലൊക്കേഷൻ പൂനെയിലെ ലോണാവാലയിൽ എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടെയാണ് ഈ പോലീസ് സംഘം പൂനെയിലേക്ക് പോകാം അന്വേഷണത്തിനായി അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പൂനെ ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വിഷ്ണു ജോലി ചെയ്യുന്നത്. വിഷ്ണുവിനെ കാണാനില്ലെന്ന് വ്യക്തമായതോടെ പൂനെ സൈനിക ക്യാമ്പ് അധികൃതരും പോലീസിൽ പരാതി നൽകി. ബോക്സിംഗ് താരമാണ് വിഷ്ണു. 9 വർഷം മുൻപാണ് വിഷ്ണു സൈന്യത്തിൽ ചേർന്നത്. ഒറീസ, അസം എന്നീ സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. എന്തായാലും വിഷ്ണുവിന് എന്താണ് സംഭവിച്ചത്? കണ്ണൂരിലെത്തിയെന്ന് വീട്ടിൽ വിളിച്ചു പറയുന്നു. പക്ഷേ രാത്രി വൈകി വീട്ടിലെത്താത്തതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുന്നു. അന്വേഷണത്തിൽ അവസാന ഫോൺ ലൊക്കേഷൻ, അതായത് താൻ കണ്ണൂരിലെത്തിയെന്ന് വിഷ്ണു പറഞ്ഞുവെങ്കിലും അവസാന ഫോൺ ലൊക്കേഷൻ കാണിക്കുന്നത് പൂനെയിലാണ് കാണിക്കുന്നത്. എന്ത് സംഭവിച്ചു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുകയാണ്. കേരള പോലീസ് പൂനെയിലേക്ക് പോവുകയാണ്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സൈന്യവും അവരുടെ രീതിയിൽ അന്വേഷണം നടത്തുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.